ഇറാന്റെ സായുധ സൈന്യമായ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിനെ കരിമ്പട്ടികയിൽപ്പെടുത്തി ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത കനേഡിയൻ ഭരണകൂടം. നിലവിൽ ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഒരു നീക്കമാണ് വീണ്ടും ഈ വാർത്തകളെ സജീവമാക്കി ചർച്ചയാക്കിയത്. ഇറാൻ വിദേശകാര്യ മന്ത്രാലയം കനേഡിയൻ ആർമിയെ, റോയൽ കനേഡിയൻ നേവിയെ കരിമ്പട്ടികയിൽപ്പെടുത്തി പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇതാണ് ഇപ്പോൾ വീണ്ടും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകാൻ കാരണം 2024 തന്നെ കനേഡിയൻ സർക്കാർ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിനെ കരിമ്പട്ടികയിൽപ്പെടുത്തി ഭീകര പട്ടികയിൽപ്പെടുത്തിയിരുന്നു. ഒരു ഭീകര സംഘടനയായി ഇറാന്റെ ഔദ്യോഗിക സേനയെ പ്രഖ്യാപിച്ചിരുന്നു. ഈ ഭീകര സംഘടനയുള്ള ആളുകൾക്ക് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിലുള്ള ആളുകൾക്കും സൈനികർക്കും അവരുടെ ബന്ധുമിത്രാദികൾക്കും കാനഡയിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായും നിഷേധിച്ചിരുന്നു. ഇത് മാത്രവുമല്ല, ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിലുള്ള ആരെങ്കിലും തന്നെ കാനഡയിൽ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കളോ കാനഡയിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമോ കൈവശം വച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ കാനഡ സർക്കാർ കണ്ടുകെട്ടാനും അന്നത്തെ ഉത്തരവിലൂടെ കാനഡ ഗവൺമെന്റ് പുറപ്പെടുവിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതികാരമെന്നോണം റോയൽ കനേഡിയൻ നേവിയെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ ഇറാൻ ഭരണകൂടം രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ ഇത് വലിയൊരു തമാശയാണ്. റോയൽ കാനഡ നേവി എന്നുള്ളത് ലോകത്ത് തന്നെ മികച്ച ഒരു നാവിക സംഘമാണ്. ആ നാവിക സംഘത്തെ ഇറാൻ പോലെ ഒരു രാജ്യം ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചത് കൊണ്ട് എന്ത് നേട്ടം എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അതേസമയം ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന ഇറാന്റെ ഔദ്യോഗിക സേനയെ കാനഡ കരിമ്പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നു, ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ആയത്തുള്ള അലി ഖമേനി എന്ന ഇറാന്റെ പരമോന്നത നേതാവിന് ചുറ്റും വലിയ സുരക്ഷിതത്വം ഒരുക്കുന്ന, കാവൽ നിൽക്കുന്ന ഇറാന്റെ സൈന്യത്തെ കരിമ്പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നു, ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരിക്കുന്നു കാനഡ ഭരണകൂടം. ഇറാനെ ഒരിക്കൽ കൂടി ലോകത്തിന് മുന്നിൽ നാണം കെടുത്തിയിരിക്കുന്നു കാനഡ എന്നുള്ള വാർത്തയാണിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. 2024 ജൂൺ മാസം 19 തീയതിയാണ് ചരിത്രപരമായ ഒരു പ്രഖ്യാപനം കാനഡ സർക്കാർ നടപ്പാക്കുന്നത്. അന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന ഇറാന്റെ സർവ്വസൈന്യത്തെ ഒരു ഭീകര സംഘടനയായി കാനഡ പ്രഖ്യാപിക്കുന്നത്. ഈ സംഘടനയുടെ പ്രവർത്തനവും ഈ സംഘടനയുടെ നേതാക്കളുമൊക്കെ തന്നെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്, മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുന്ന സംഘടനയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന് കാനഡ നിരോധനം നടത്തിയ ആ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. ലോകത്തെ ഭീകര സംഘടനകൾക്ക് ആയുധം കൈമാറുക, ലോകത്തെ ഇസ്ലാമിക ഭീകരന്മാർക്ക് ആയുധങ്ങളും സാമ്പത്തിക സഹായങ്ങളും നൽകുക, അങ്ങനെ ലോകത്തിലെ ഇസ്ലാമിക ഭീകരതയെ ലോകത്ത് മുഴുവൻ വളർത്തുന്നതിന് വേണ്ടി കൂടുതൽ നടപടികളെടുക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘം തന്നെയാണ് ഈ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന് ഈ നിരോധന ഉത്തരവിൽ തന്നെ കാനഡ സർക്കാർ വ്യക്തമാക്കുന്നു. ആ കാനഡ സർക്കാരിൻ്റെ നീക്കം മാതൃകയാക്കിക്കൊണ്ട് ലോകത്തിലെ തന്നെ വിവിധ രാജ്യങ്ങൾ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന ഈ സൈന്യത്തെ ഭീകര സംഘടനയായി ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. എന്തായാലും അതീവ ദുഷ്കരമായൊരു സാഹചര്യത്തിലൂടെയാണ് ഇറാൻ എന്ന രാജ്യം കടന്നു പോകുന്നത്. ഇറാനിൽ സാമ്പത്തികമായ വലിയ അസ്ഥിരത രൂപപ്പെട്ടിരിക്കുന്നു. വലിയ നാണയ ഇടിവ് ഇറാനെ ബാധിച്ചിരിക്കുന്നു. ഡോളറിന് മേൽ വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് ഇറാന്റെ തദ്ദേശീയ കറൻസിയായ റിയാൽ. എന്തായാലും ഇറാനിലെ സാമ്പത്തിക അവസ്ഥ അതീവ ദുഷ്കരമായ അവസ്ഥയിലേക്ക് പോകുന്നു. ഇറാൻ സാമ്പത്തികമായി തരിപ്പണമാകുന്നു. ജനങ്ങൾ തെരുവിലിറങ്ങുന്നു. ജനങ്ങൾ സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നു. കടകമ്പോളങ്ങൾ കത്തിക്കുന്നു. തെരുവുകളിൽ വലിയ അക്രമ സംഭവങ്ങൾ പടരുന്നു എന്നുള്ളതാണ് ഇറാനിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും നിർണായകമായ വാർത്തകൾ. അതിനിടയിൽ കുടിവെള്ളക്ഷാമം ഇറാനെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ള വാർത്തകൾ നേരത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. കഴിഞ്ഞ എത്രയോ മാസങ്ങളായി ഇറാനിൽ മഴ പെയ്യുന്നില്ല.
കുടിവെള്ള ദൗർബല്യം ഇറാന്റെ വലിയ ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. അടുത്ത 3 മാസത്തേക്ക് പോലും ഇറാനിലെ ജനങ്ങൾക്ക് കുടിക്കാനുള്ള കുടിവെള്ളം അവരുടെ സംഭരണശാലയിൽ ഇല്ല എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കിലോമീറ്ററുകൾ താണ്ടിയിട്ട് പോലും ഒരു തുള്ളി കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയിലേക്കാണ് ഇറാനിലെ ജനത ഇപ്പോൾ നട്ടം തിരിയുന്നത്. എണ്ണ വിറ്റ് കിട്ടിയ പണം കൊണ്ട് ലോകത്തെ ഇസ്ലാമിക ഭീകരത വളർത്താൻ ശ്രമിച്ച ഒരു രാജ്യത്തിന് കിട്ടിയ ചരിത്രപരമായ തിരിച്ചടിയാണ് ഇത് എന്ന് നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന ഇറാന്റെ സൈന്യത്തെ പോലും ലോകത്തെ വിവിധ രാജ്യങ്ങൾ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ദിവസങ്ങൾക്ക് മുൻപാണ് ഇന്ത്യയുടെ ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഒരു പഴയ സംഭവം ഓർമ്മിച്ച് പറഞ്ഞത്. മറ്റൊന്നുമായിരുന്നില്ല, ഇസ്മായിൽ ഹനിയ എന്ന ഹമാസിന്റെ നേതാവിന് 2024 ടെഹ്റാനിൽ വെച്ച് ഉണ്ടായ ഒരു തിരിച്ചടി. ഇസ്മായിൽ ഹനിയെ ടെഹ്റാനിൽ വെച്ച് വധിക്കപ്പെട്ട ഒരു സംഭവത്തെ അടുത്തിടെ ഓർത്തെടുക്കുകയായിരുന്നു നിതിൻ ഗഡ്കരി. എത്രത്തോളം സൂക്ഷ്മമാണ് ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിന്റെ ആക്രമണം എന്ന് ലോകത്തോട് വിവരിക്കുകയായിരുന്നു ഗഡ്കരി. ഇറാനിൽ ഏറ്റവും സുരക്ഷയുള്ള ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് 24 മണിക്കൂറും സുരക്ഷ ഒരുക്കുന്ന ഒരു ഈച്ചയ്ക്ക് പോലും അവരുടെ അനുവാദമില്ലാതെ കടന്നു കയറാൻ പറ്റാത്ത ഏറ്റവും സുരക്ഷിതമായ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് തൊട്ടടുത്തുള്ള അവരുടെ ഒരു പ്രധാനപ്പെട്ട കെട്ടിടത്തിലാണ് ഇസ്മായിൽ ഹനിയെ അന്ന് താമസിപ്പിച്ചിരുന്നത്. ആ ഇസ്മായിൽ ഹനിയയ്ക്ക് നേരെയാണ് രാത്രി ആക്രമണം ഉണ്ടായത്. ഇസ്മായിൽ ഹനിയ വധിക്കപ്പെടുകയും ചെയ്തു. ആര് വധിച്ചെന്നോ എങ്ങനെ വധിക്കപ്പെട്ടുവെന്നോ ആരാണ് ഇതിന് പിന്നിലെന്നോ ലോകത്തിന് അറിയാൻ പോലും കഴിയാത്ത, ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു ഓപ്പറേഷനായിരുന്നു മൊസാദിൻ്റെതെന്ന് നിതിൻ ഗഡ്കരി വെളിപ്പെടുത്തുന്നു. ലോകത്ത് എല്ലാ കാര്യങ്ങളിലും ഇസ്രായേൽ ഇങ്ങനെയാണ്. അവർ ടെക്നോളജിപരമായി എല്ലാ രീതിയിലും അവർ ലോകത്തിന് മാതൃകയാണ് എന്നതിൻ്റെ ഉദാഹരണം പറയുകയായിരുന്നു നിതിൻ ഗഡ്കരി. ഇപ്പോഴിതാ ഇറാൻ എന്ന രാജ്യത്തിൻ്റെ വലിയ ഒരു ഗതികെട്ട അവസ്ഥയാണ് ഇപ്പോൾ ലോകത്ത് വരച്ചു കാട്ടപ്പെടുന്നത്. സാമ്പത്തികമായി തകർന്നരിപ്പണമാകുന്ന ഇറാനെ അറബ് രാജ്യങ്ങൾ പോലും ഇസ്ലാമിക രാജ്യങ്ങൾ പോലും കൈവിടുന്നു എന്നുള്ള രീതികളിലാണ് മാധ്യമ വാർത്തകൾ അന്താരാഷ്ട്ര തലത്തിൽ പുറത്തു വരുന്നത്. ഇറാന്റെ സാമ്പത്തിക നില തകർന്നരിപ്പണമായിരിക്കുന്നു. ഇറാനിൽ വലിയ പണപ്പെരുപ്പം ഉണ്ടായിരിക്കുന്നു. വലിയ കൊള്ളവില സാധനങ്ങൾക്ക് ഈടാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വലിയ വിലക്കയറ്റം ഇറാനെ ബാധിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇതാ ഇറാന്റെ സൈന്യത്തെ തന്നെ ഭീകര സംഘടനയായി ലോകത്തെ പ്രധാനപ്പെട്ട എണ്ണപ്പെട്ട രാജ്യങ്ങൾ തന്നെ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ എല്ലാ തരത്തിലും ഇറാൻ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്നതാണ് പുറത്തുവരുന്ന ഏറ്റവും സുപ്രധാനമായ വാർത്തകൾ. ഇറാന്റെ സാമ്പത്തിക നില തകർന്നരിപ്പണമായിരിക്കുന്നു. ഇറാനിൽ വലിയ പണപ്പെരുപ്പം ഉണ്ടായിരിക്കുന്നു. വലിയ കൊള്ളവില സാധനങ്ങൾക്ക് ഈടാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വലിയ വിലക്കയറ്റം ഇറാനെ ബാധിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇതാ ഇറാന്റെ സൈന്യത്തെ തന്നെ ഭീകര സംഘടനയായി ലോകത്തെ പ്രധാനപ്പെട്ട എണ്ണപ്പെട്ട രാജ്യങ്ങൾ തന്നെ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ എല്ലാ തരത്തിലും ഇറാൻ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്നതാണ് പുറത്തുവരുന്ന ഏറ്റവും സുപ്രധാനമായ വാർത്തകൾ.